ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ദുബായിലെ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടലായിട്ടുള്ള ക്യൂൻ എലിസബത്ത് ടൂവിനെ പറ്റിയിട്ടാട്ടോ. അതെങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടലായി മാറി, പിന്നെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. 1969 തൊട്ട് 2008 വരെ നമ്മുടെ സീയിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഷിപ്പാട്ടോ ഈ ക്യൂൻ എലിസബത്ത് ടു എന്ന് പറയുന്നത്. ഏകദേശം ഒരു 40 വർഷത്തോളം അത് ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നവംബർ 27, 2008 അത് പോർട്ട് റാഷിദിൽ അവസാനമായിട്ട് വന്നു നിന്നത്. അതിനുശേഷം 2018 അതൊരു ഫ്ലോട്ടിംഗ് ഹോട്ടലും മ്യൂസിയമൊക്കെ ആയിട്ട് സ്റ്റാർട്ടായത്. ക്യൂൻ എലിസബത്ത് ടൂവിലെ പഴയകാല കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്ന കാസിനോസും മ്യൂസിയം ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഗ്ലാസ് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ റിസപ്ഷൻ ആട്ടോ. വലിയൊരു നീണ്ടു നിവർന്ന ഒരു റിസപ്ഷൻ തന്നെ കേട്ടോ. ഒരുപാട് സ്പേസസ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള ലൈറ്റ്സും അതുപോലെ തന്നെ തറയിൽ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടൊക്കെ കാണാൻ കഴിയും കേട്ടോ. റിസപ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു റീഡിങ് ഏരിയയും അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബുക്സും ഒക്കെ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഈ റിസപ്ഷൻ ഏരിയ തന്നെ ഇതിൻ്റെ ഒരുപാട് തരം മാതൃകകളും അതുപോലെ കപ്പലിൽ യൂസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതുപോലെ കപ്പലിൽ യൂസ് ചെയ്തിട്ടുള്ള സിഗ്നൽ ഫ്ലാഗും ഒരുപാട് പെയിൻറ്റിങ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഷിപ്പിലെ പ്രൊപ്പല്ലർ ആട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലെ ഒരു പിക്ചർ ആട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള സിഗ്നൽ ഫ്ലാഗ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ വുഡൻ കാസിൽ തൂക്കിയിട്ടുള്ള ഒരു ബെല്ല് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതൊക്കെ അവിടെ ക്യൂൻ എലിസബത്ത് ടൂവിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ആയിരുന്നു കേട്ടോ. മക്കൾക്ക് അവിടെ ചെന്നപ്പോൾ വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരുപാട് ബുക്സും ഇതൊക്കെ കണ്ട് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറേ നേരം ഓരോ ബുക്സ് എടുത്തിട്ട് മറിച്ച് നോക്കും എന്നൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കായിരുന്നു കേട്ടോ. 1967 സെപ്റ്റംബർ 20 ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. 1969 കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത്. ഈ ഷിപ്പ് നിർമ്മിക്കാൻ ഏകദേശം 3 കോടി പൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ ഏകദേശം 300 കോടി രൂപ മുടക്കിയിട്ടാട്ടോ ഈ ഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ എൻട്രൻസിൻ്റെ അടുത്ത് ഷിപ്പിൻ്റെ അറ്റത്തിനോട് സെയിം രീതിയിലുള്ള ഒരു ഫ്രെയിം നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ക്യൂൻ എലിസബത്ത് ടൂവിലെ ഓരോ ഡെക്കിൻ്റെയും വിശദ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മറ്റ് ഇതിൽ പോലെയല്ല കേട്ടോ. നമുക്ക് ഫ്ലോറിങ്ങും ഇതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോ ഡെക്ക് ഞങ്ങൾക്ക് 4th ഡെക്കിലാട്ടോ ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരോ ഡെക്കുകളായിട്ടാട്ടോ. അപ്പോൾ ഓരോ ഇതിലും എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു മാതൃകയായിട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. റിസപ്ഷൻ്റെ അടുത്ത് തന്നെ ഗസ്റ്റിനുള്ള ജ്യൂസും ഇതൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അടുത്തൊരു ഗ്ലാസ് ഡോർ തുറന്നിട്ട് ഞങ്ങൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1000-ൽ പരം ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ഷിപ്പ് തന്നെ കേട്ടോ. അത് വലിയൊരു ഷിപ്പാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഒരു ദിവസം കൊണ്ടൊന്നും നടന്ന് കാണാൻ പറ്റില്ല കേട്ടോ. അത്രക്കുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടില്ല. ഒരു തവണ പോയാലും നമുക്കൊരു ഐഡിയ കിട്ടില്ല. തിരിച്ച് നമുക്ക് റൂമിലേക്ക് എത്താനും വഴികളും ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും എന്നൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ക്യൂൻ എലിസബത്ത് ടൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള ക്യൂനാറ്റ് സ്റ്റീം ഷിപ്പ് കമ്പനി ലിമിറ്റഡിന് വേണ്ടി ജോൺ ബ്രൗൺ ആൻഡ് കോൾ ലിമിറ്റഡ് സ്കോട്ടിഷ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഏകദേശം 963 അടി നീളവും 171 അടി ഹൈറ്റും ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഈ ഷിപ്പ് കേട്ടോ നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഫോർട്ട് കൊച്ചിയല്ല, ജപ്പാനിലെ കൊച്ചിയിലാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ റൂമിലൊക്കെ എത്തി. ഇനി ഞങ്ങളിതാ റൂമിൽ ബാഗും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്തെ കാഴ്ചകളും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുക കേട്ടോ. ഇത് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് ഇങ്ങനെ ബീച്ചൊക്കെ കാണാൻ പറ്റുമേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോസൊക്കെ അവിടെ നടക്കാറുണ്ട് ഇത്ര. അതുപോലെ തന്നെ ഒരുപാട് 2-3 മ്യൂസിയം ഇതൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതുപോലെ കാസിനോസ്, പഴയ ഇതിലുള്ള കാസിനോസും കാര്യങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ എനിക്ക് കണ്ടൊരു പ്രത്യേകതയാണ് 3-4 സ്ഥലങ്ങളിൽ ഞാൻ പിയാനോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറിജിനൽ നല്ല ബ്ലാക്ക് കളറിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഇതൊക്കെ ഉണ്ട് കേട്ടോ.
നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. നമുക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടെടുക്കാൻ നല്ല രസമാണ്. ഒരുപാട് പെയിൻറ്റിങ്സും ഫോട്ടോസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണാം കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ കണ്ടു കിടക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗ്ലാസ് കൂടെ പുറത്തേക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബീച്ചും അവിടെ കുറേ ഇങ്ങനെ ചെറിയ ബോട്ടുകളും ഇതൊക്കെ നിർത്തിയിട്ടുള്ളതും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല രസമാണ്. കുട്ടികൾക്ക് നല്ല ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്ഥലത്തൊക്കെ ആദ്യമായിട്ടല്ലേ അവർ പോകുന്നത്. അപ്പോൾ അത് കാരണം അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നടക്കാനും എല്ലാത്തിനും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ഒരു മ്യൂസിയം ആട്ടോ. അവിടുത്തെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അന്നത്തെ കാലത്ത് ഈ ഷിപ്പിനെ പറ്റിയിട്ട് വന്ന വാർത്തകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആട്ടോ കാണിക്കുന്നത്. പിന്നെ ഈ ഷിപ്പിൻ്റെ പുറത്ത് ഒരു വലിയൊരു പ്രൊപ്പല്ലർ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അത് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒറിജിനൽ പ്രൊപ്പല്ലർ തന്നെ കേട്ടോ. അതവർ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജ്വല്ലറീസും ഷോപ്പുകൾ, വാച്ചിൻ്റെയും പെർഫ്യൂമിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അത് പണ്ട് ഷിപ്പ് ട്രാവലിംഗ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇത് അവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അവരതിപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിയം പോലെ അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടു നടക്കുകയാണ്. ഇങ്ങനെ എല്ലാ ചുമരിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നുമില്ലാതെ പ്ലെയിനായിട്ടുള്ള ചുമരൊന്നും നമുക്ക് അവിടെ കാണാനേ കഴിയില്ല കേട്ടോ. ഒരുപാട് ചുമരുകളും ഒക്കെ കാണാം. അതുപോലെ നമുക്ക് നല്ല നല്ല പെയിൻറ്റിങ്സും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡോർ പൂളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കാരണം കേട്ടോ ഞാൻ ഫോട്ടോസൊന്നും എടുക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ പ്രൈവസി നമ്മൾക്ക് ഇതാ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങളൊന്ന് പോയി. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങനെ റൂമിലോട്ട് വന്നിട്ട് പോരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യൂസും കാര്യങ്ങളും പിന്നെ സോസേജ്, എഗ്സ് ഒക്കെ ലൈവായിട്ടുള്ള ഫുഡുകൾ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, കോഫി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രൊപ്പല്ലർ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഇതിൻ്റെ ഒറിജിനൽ പ്രൊപ്പല്ലർ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം തട്ടം തിരിഞ്ഞ് ഇങ്ങനെ നടന്ന് അതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പോയിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബഫയുടെ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വന്നിട്ട് കിടന്നുറങ്ങി. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലോണം മുതലാക്കി കഴിച്ച് പിന്നെ അങ്ങനെ പൂളിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് റൂമിലോട്ട് തന്നെ വന്ന് ഫ്രഷായി അങ്ങനെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ ഷിപ്പിലാണ്, അതുപോലെ ഒരു ഇതിൻ്റെ മുകളിലാണ്, സീൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സാധാ നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തുള്ള ഒരു ഫീലിംഗ് അത്രേ തോന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അപ്പർ ഡെക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. നല്ല ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണ്. ഇപ്പോൾ ചൂടായത് കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഒരുപാട് നേരമൊന്നും നിന്നില്ല. കുറച്ച് നേരം അവിടെ നിന്നിട്ട് അങ്ങനെ പോന്നു. ഞങ്ങളിങ്ങനെ വിചാരിച്ച തണുപ്പൊക്കെ ആയ സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല രസമാവും. അതുപോലെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേട്ടോ, ഈ ഷിപ്പ് ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ളത് ആലോചിച്ച് നോക്ക്. ഷിപ്പ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മുകളിലൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്ത് രസമാവും, എന്ത് വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവും എന്നൊക്കെ പറയായിരുന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു സാധാ നമുക്കൊരു ഇതുള്ള പോലെയുള്ള ഫ്ലോറിങ്ങുകളല്ല കേട്ടോ. ഒരു സെൻറ്ററിലാണ് 1, 2, 3, 4 അങ്ങനെ താഴേക്ക്. പിന്നെ 1ൻ്റെ മുകൾക്ക് സൺ ഡെക്ക്, അപ്പർ ഡെക്ക്, സിഗ്നൽ ഡെക്ക് അങ്ങനെ വന്നിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഷിപ്പുകളിലൊക്കെ ഇങ്ങനെ ആവും. സാധാ നമ്മളിങ്ങനെ കാണുന്ന ഫ്ലോറിങ് ടൈപ്പിലല്ല കേട്ടോ ഇത്. പിന്നെ ഞങ്ങളിത് അങ്ങനെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പ്രൊപ്പല്ലറിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയതാട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആ വ്യൂ ഇതൊക്കെ കാണാനും ഇങ്ങനെ
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ ഫോട്ടോസും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ പോവാനും അവിടെ നിൽക്കാനും ഒക്കെ. അതങ്ങോട്ട് നടന്ന്. പിന്നെ അതാ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സുവനീർ കണ്ടോ, സുവനീർ മെഷീൻ. അതിൽ നമുക്ക് കുറച്ച് അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട പിക്ചർ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗോൾഡ് പ്ലേറ്റുള്ള ആ സുവനീർ നമുക്ക് കിട്ടും കേട്ടോ. ഇതാട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഓവറോൾ ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ആൻഡ് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്